ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് പറയാൻ പോകുന്നത് കോടികളുടെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ചുറ്റുമുള്ള ഒരു പ്രൊഡക്റ്റിൽ നിന്ന് തന്നെയാണ് ഇത്തരം കോടികൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുക എന്നറിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുക. സാധനം മറ്റൊന്നുമല്ല, കപ്പയാണ്. കപ്പ തൃശ്ശൂർ ഭാഷയിലൊക്കെ പറഞ്ഞാൽ കൊള്ളി അഥവാ മരച്ചീനി എന്നൊക്കെ പറയുന്ന ഈ സാധനത്തിൽ നിന്ന് എങ്ങനെയാണ് കോടികൾ ഉണ്ടാക്കാൻ സാധിക്കുക? 6 പ്രധാനപ്പെട്ട കാറ്റഗറീസ് ആക്കി തിരിച്ച് നമുക്ക് വേണമെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഭാഗം. കൂടുതൽ വലിയ വിവരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഏറ്റവും ആദ്യത്തെ കാര്യം ഇതിൻ്റെ സ്റ്റാർച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ടാപ്പിയോക്ക സ്റ്റാർച്ച് പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ. ടാപ്പിയോക്കയുടെ സ്റ്റാർച്ച് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും ഇൻഡസ്ട്രിയൽ യൂസേജിന്. ഇൻഡസ്ട്രി യൂസേജ് എന്ന് പറയുമ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളിൽ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്, ടെക്സ്റ്റൈൽ പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്നുണ്ട്, ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്നുണ്ട്, ഒരുപാട് പേപ്പർ മിൽസും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള ഈ ഇൻഡസ്ട്രികളിലെല്ലാം ഈ ടാപ്പിയോക്ക സ്റ്റാർച്ച് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഒരു B2B എന്നുള്ള രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ടാപ്പിയോക്ക സ്റ്റാർച്ച്. കേരളത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് കമ്പാരിറ്റീവ്ലി കുറഞ്ഞ അളവിലാണ്. മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ടാപ്പിയോക്കയൊക്കെ വലിയ രീതിയിൽ വാല്യൂ ആഡഡ് ആയിട്ടുള്ള രീതിയിൽ പോകുന്നുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഇത് റോ ആയിട്ട് ഈറ്റ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് വിഷമകരമാണ്. ഒപ്പം തന്നെ ഈ ടാപ്പിയോക്ക സ്റ്റാർച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ടാപ്പിയോക്ക സ്റ്റാർച്ച് പല കാര്യങ്ങൾക്കും ഒരു ഗമ്മി ഫീലിംഗ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് ഒരു നല്ല ബോണ്ടായിട്ടും പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. പലപ്പോഴും ഇത്തരത്തിലുള്ള അവസരങ്ങൾ പറയുന്ന സമയത്ത് പല ആൾക്കാരും ചോദിക്കാറുള്ളത്, ഇതൊക്കെ ആരെങ്കിലും ചെയ്തിട്ടുള്ള പരിപാടിയാണോ, അത് നിങ്ങൾ വെറുതെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ പുറത്തങ്ങ് പറയുന്നതാണോ എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നുള്ള എല്ലാത്തിനും ഞാൻ ഒരു എക്സാമ്പിൾ കൂടി പറയുന്നുണ്ട്. ഇൻഗ്രീഡിയൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്, ഇൻഗ്രീഡിയൻ ഇൻകോർപ്പറേറ്റഡ് എന്നാണ്. ഇൻഗ്രീഡിയൻ എന്ന് പറയുന്ന ഈ കമ്പനി ഇൻഗ്രീഡിയൻസ് സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ്, പ്രത്യേകിച്ചും ടാപ്പിയോക്ക സ്റ്റാർച്ച് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി. ലോകത്തിലെമ്പാടുമുള്ള പലതരത്തിലുള്ള ബിസിനസ്സുകൾക്ക് ടാപ്പിയോക്കയുടെ ഈ പറയുന്ന വാല്യൂ ആഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ പലപ്പോഴും നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഓൾട്ടർ ഈഗോ അല്ലെങ്കിൽ നമുക്കൊരു റോൾ മോഡൽ ഉണ്ടാവും നല്ലതാണ്. അത്തരം ഒരു റോൾ മോഡലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻഗ്രീഡിയൻറ്റിനെ ഉപയോഗിക്കാം. ടാപ്പിയോക്ക സ്റ്റാർച്ച് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അടുത്തത് ടാപ്പിയോക്ക പേൾ മാനുഫാക്ചറിങ് ആണ്. എന്താ ടാപ്പിയോക്ക പേൾ എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഇങ്ങനെ വളരെ പേള് പോലെ തന്നെ ചെറിയ ചെറിയ വെളുത്ത ഉണ്ടകൾ നമ്മൾ കാണാറുണ്ട്. ഇത് ടാപ്പിയോക്ക പേളാണ്. എന്തിനാണ് ടാപ്പിയോക്ക പേൾ? ബബിൾ ടീ നിങ്ങൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ ബബിൾ ടീ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനം ഈ ടാപ്പിയോക്ക പേളാണ്. ടാപ്പിയോക്ക പേള് ശരിക്കും ടാപ്പിയോക്ക കസാവ ഒക്കെ പ്രോസസ്സ് ചെയ്തുണ്ടാക്കുന്ന പരിപാടിയാണ്. കാരണം ചെറിയ ചെറിയ ഉണ്ടകളായിട്ട് ഇതിനെ മാറ്റിയെടുത്തിട്ട് ടാപ്പിയോക്ക പേൾ ഉണ്ടാക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള റെസ്റ്റോറൻറ്റുകളിൽ, ഗ്രോസറി ഷോപ്പുകളിൽ, അതുപോലുള്ള കഫേകളിൽ ഒക്കെ ഏറ്റവും വലിയ ചിലവുള്ള സാധനമാണ് ടാപ്പിയോക്ക പേൾ. അപ്പോൾ ടാപ്പിയോക്ക പേൾ വലിയ ഒരു വാല്യൂ ആഡഡ് ഉൽപ്പന്നം തന്നെയാണ് ടാപ്പിയോക്കയിൽ നിന്ന്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ടാപ്പിയോക്ക പേൾ സപ്ലൈ ചെയ്യുന്ന കമ്പനികളിൽ ഒന്നാണ് വൂഫു യുവാൻ എന്ന് പറയുന്ന കമ്പനി. ഈ വൂഫു യുവാനാണ് ഏറ്റവും കൂടുതൽ ടാപ്പിയോക്ക പേൾ കൃത്യമായി കൺസിസ്റ്റൻ്റായി ലോകത്തിലെമ്പാടുമുള്ള കഫേകളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വൂഫു യുവാനെ കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഒരു ബിസിനസ് മോഡലും രീതികളും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും ടാപ്പിയോക്ക പേൾ എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിലേക്ക്, ബിസിനസ് മോഡലിലേക്ക് വേണമെങ്കിൽ എത്തിച്ചേരാവുന്നതാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ടാപ്പിയോക്കയുടെ ഉപയോഗം, ടാപ്പിയോക്ക ചിപ്സിൻ്റെ പ്രൊഡക്ഷൻ. ടാപ്പിയോക്ക ചിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്തെമ്പാടും ഏറ്റവും അധികം ആവശ്യക്കാരുള്ള സാധനമാണ് ടാപ്പിയോക്ക ചിപ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ടിയറ ഫുഡ്സ് പോലുള്ള ചില സ്ഥാപനങ്ങളൊക്കെ ടാപ്പിയോക്ക ചിപ്സ് വളരെ നന്നായി ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല പല സ്ഥലങ്ങളിലും, ഇപ്പോൾ അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളൊരു സാധനമാണ് ഈ കപ്പ ചിപ്സ്. അപ്പോൾ കപ്പ ചിപ്സിൻ്റെ മാനുഫാക്ചറിങ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതിൻ്റെ ഒരു രസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ വേണമെങ്കിൽ വീട്ടിൽ തന്നെ വെറുതെ ഒരു ചട്ടിയിലിട്ട് വറുത്ത് തുടങ്ങാവുന്ന ഒരു സാധനമാണ് ടാപ്പിയോക്ക ചിപ്സ്. നമ്മൾ മറക്കരുത്, പലപ്പോഴും നമ്മുടെ തട്ടുകടകളടക്കമുള്ള സ്ഥലങ്ങളിൽ ടാപ്പിയോക്ക ചിപ്സ് വറുത്ത് വെച്ചിരിക്കുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചെറിയ രീതിയിലോ വലിയ രീതിയിലോ തുടങ്ങി വിജയിപ്പിക്കാവുന്ന ഒരു വ്യവസായമാണ് ടാപ്പിയോക്ക ചിപ്സിൻ്റെ മാനുഫാക്ചറിങ്. അടുത്തതാണ് എമർജിങ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. കാരണം ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കുന്നതിൽ ടാപ്പിയോക്കയുടെ പങ്ക് വളരെ വലുതാണ്. അത് ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള പാസ്റ്റ ഉണ്ടാക്കുന്നതിന് വേണ്ടി, ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ബിസ്ക്കറ്റുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി, ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ബ്രെഡ്, അതുമായി ബന്ധപ്പെട്ട ഫ്ലവർ ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആക്ച്വലി നിങ്ങൾക്ക് ടാപ്പിയോക്ക ഉപയോഗിക്കാം. അപ്പോൾ ഗ്ലൂട്ടൻ ഫ്രീ ഫുഡിൻ്റെ പ്രിപ്പറേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റായി ടാപ്പിയോക്ക മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ എമർജിങ് ട്രെൻഡ്. കാരണം ഗ്ലൂട്ടൻ ഫ്രീ എന്ന് പറയുന്നത് വലിയ ഒരു സെഗ്മെൻറ്റ് തന്നെ മാറിക്കൊണ്ടിരിക്കുക.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഹൈപ്പർ മാർക്കറ്റ്സിലോ മറ്റുള്ള റീറ്റെയിൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഗ്ലൂട്ടൻ ഫ്രീ എന്ന് പറയുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് തന്നെ പലപ്പോഴും കാണാം. ഈ സെഗ്മെൻറ്റിലേക്ക് ഏറ്റവും അധികം ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് ടാപ്പിയോക്കയാണ്. നമ്മൾ പലപ്പോഴും ഒന്നും അറിയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഗ്ലൂട്ടൻ ഫ്രീ ഫുഡുകളുടെ പ്രൊഡക്ഷനിൽ ഏറ്റവും വലിയ ഒരു റോള് വഹിക്കുന്നത് ടാപ്പിയോക്കയായി മാറിയിരിക്കുന്നു. അതിലേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ വെഞ്ചർ ചെയ്യാം. ബോബ്സ് റെഡ് മിൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ഈ കമ്പനിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്ലൂട്ടൻ ഫ്രീയിൽ, പെർട്ടിക്കുലർലി ഗ്ലൂട്ടൻ ഫ്രീ ടാപ്പിയോക്ക പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പം അതൊന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് പോസിബിളാണ്. എവിടേക്കാണ് ഇതിൻ്റെ മാർക്കറ്റ് എന്നുള്ളതും ശരിക്കും നമുക്ക് തപ്പിയെടുക്കാവുന്നതാണ്. ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ആക്ച്വലി ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് ടാപ്പിയോക്ക കൊണ്ടുവരാവുന്നതാണ്. ഇതുപോലെ തന്നെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഒരു ഇന്തോനേഷ്യൻ കമ്പനിയാണ്. ആ ഇന്തോനേഷ്യൻ കമ്പനിയുടെ പേര് ആവണി ഇക്കോ എന്നാണ്. ഈ ആവണി ഇക്കോ എന്ന് പറയുന്ന ഈ ഇന്തോനേഷ്യൻ കമ്പനി വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇവർ ബയോ പ്ലാസ്റ്റിക് മാനുഫാക്ചറിംഗ് ആണ് ചെയ്യുന്നത്. ബയോ പ്ലാസ്റ്റിക് മാനുഫാക്ചറിംഗിൽ, അതായത് നമ്മൾ എപ്പോഴും പറയുന്നതാണ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള നിയമനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്തൊരു 4-5 വർഷത്തിൽ വലിയ മാറ്റം വരാൻ പോകുന്ന ഒരു സെഗ്മെൻറ്റാണ്. ആ സെഗ്മെൻറ്റിലേക്ക് ടാപ്പിയോക്കയ്ക്ക് വലിയ റോളുണ്ട്. ശരിക്കും ടാപ്പിയോക്കയുടെ ആ ഒരു സ്റ്റാർച്ചിനെ ബയോപ്ലാസ്റ്റിക്കായിട്ട് കൺവെർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് ഈ ബയോപ്ലാസ്റ്റിക് ടാപ്പിയോക്കയിൽ നിന്ന് നിർമ്മിക്കുന്നത്. ആവണി ഇക്കോയെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു നിർമ്മാണ രീതിയൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അത് കേരളത്തിലുമൊക്കെ പ്രായോഗികമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. വേണമെങ്കിൽ നമുക്ക് അതിലേക്കും വെഞ്ചർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ചോക് ചായ് എന്ന് പറഞ്ഞിട്ടൊരു തായ് കമ്പനിയുണ്ട്. ഞാൻ ഈ തായ് കമ്പനിയും ചൈനീസ് കമ്പനിയൊക്കെ പറയാനുള്ള കാരണം, ഈ ടാപ്പിയൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വാല്യൂ അഡീഷൻ കൊണ്ടുവരുന്ന ഇവരൊക്കെയാണേ. അതുകൊണ്ടാണ് ഞാൻ ഈ എക്സാമ്പിൾസ് പറയുന്നത്. കാരണം ഇവരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ റോൾ മോഡൽസ് ആയിട്ട് എടുക്കാം. ഇവർ ആനിമൽ ഫീഡ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം ടാപ്പിയൊക്കെയാണ്. അപ്പോൾ ടാപ്പിയൊക്കെ ഉപയോഗിച്ച് ആനിമൽ ഫീഡ്സ് ഉണ്ടാക്കാം. ആനിമൽ ഫീഡ്സിൻ്റെ ഡിഫറൻ്റ് ആയിട്ട് ഇൻഗ്രീഡിയൻസ് വർക്കൗട്ട് ചെയ്യാം. ആനിമൽ ഫീഡ് നമുക്കറിയാം, ലോകമെമ്പാടും ഓരോ നിമിഷവും മാർക്കറ്റ് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ആനിമൽ ഫീഡ്സിൻ്റെ പ്രൊഡക്ഷനും ടാപ്പിയോക്ക വലിയൊരു സാധ്യത തന്നെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 6ഓളം ഡിഫറൻ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റ്സിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ടാപ്പിയോക്ക എന്ന് പറയുന്ന ഒരൊറ്റ പ്രൊഡക്റ്റ് വെച്ചുകൊണ്ട് ഈ 6 വലിയ ഫീൽഡുകളാണ്. ഈ 6 വലിയ ഫീൽഡുകളാണ്. ഏറ്റവും പ്രത്യേകത എന്താ, ഇതെല്ലാം എമർജിങ് ഫീൽഡുകളാണ്, ഗ്രോയിങ് ഫീൽഡുകളാണ്. ഈ ഫീൽഡുകളിലെല്ലാം ഫോക്കസ് ചെയ്യാനുള്ള വലിയ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ വളരെ ചെറിയ രീതിയിലാണെങ്കിൽ ചെറിയ ഒരു സെഗ്മെൻറ്റിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ചെറിയ രീതിയിൽ വേണമെങ്കിൽ തുടങ്ങിക്കോളൂ. അതേസമയം നിങ്ങൾക്കൊരു വലിയ മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് തന്നെ വർക്കൗട്ട് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ടാപ്പിയോക്ക ബേസ് ചെയ്ത് തന്നെ വേണമെങ്കിൽ വർക്ക് ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ ഏതാണെങ്കിലും നിങ്ങൾ തീരുമാനിച്ചോളൂ. നിങ്ങൾ റെഡിയാണെങ്കിൽ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള റിയൽ ആക്ഷൻ പ്ലാനും ബിസിനസ് പ്ലാനും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് പ്രാക്ടിക്കലായിട്ട് പോസിബിൾ ആയിട്ടുള്ളത് ആരെയൊക്കെ കണക്ട് ചെയ്യണം, ആരെയൊക്കെ എവിടെയൊക്കെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളത് അടക്കമുള്ള ഡീറ്റെയിൽഡ് പ്ലാനാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ അത്തരത്തിലുള്ള പ്ലാനുകൾ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കണക്ട് ചെയ്യാം. പക്ഷേ ഈ അവസരങ്ങൾ എന്തായാലും മറക്കണ്ട, എപ്പോഴെങ്കിലും നമുക്ക് എടുത്ത് ഉപയോഗിക്കാനുള്ളത് തന്നെയാണ്. അപ്പോൾ കോടികൾ ഉണ്ടാക്കാൻ ഇതൊരു തുടക്കമാകട്ടെ. ഓൾ ദി ബെസ്റ്റ്.